അങ്ങനെ ചോദിച്ചാൽ ഇതിൻ്റെ കഥ ഞാൻ പറഞ്ഞല്ലോ, സമകാലിക പ്രസക്തി ഈ കഥക്കുണ്ടല്ലോ. ഈ 30-35 വയസ്സായിട്ട് പെണ്ണ് കിട്ടാത്ത ആൾക്കാർ, ഞാൻ പറഞ്ഞു നമ്മുടെ കേരളത്തിൽ അങ്ങോളം നടക്കുന്നൊരു വിഷയമാണ്. അപ്പം ഞങ്ങൾ നടന്നൊക്കാം, വടകര ഭാഗത്തൊക്കെ കേരളത്തിൽ പെണ്ണ് കിട്ടാത്തത് കൊണ്ട് കൊടകിലും മൈസൂരൊക്കെ പോയിട്ട് കല്യാണം കഴിക്കുന്നൊരവസ്ഥയുണ്ട്. അവിടെ ബ്രോക്കർമാർ ശരിക്കും ഇതിൽ കച്ചവടമാക്കിയിരിക്കുകയാണ്. കച്ചവടം എന്ന് പറഞ്ഞാൽ ബ്രോക്കർക്ക് ഒരു 3 ലക്ഷം, പെണ്ണിൻ്റെ അമ്മക്ക് 2 ലക്ഷം, അപ്പം അങ്ങനെ ഒരു രീതിയിലോട്ട് പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കേരളത്തിലെ നമ്മളൊരു വിഷയം തന്നെ, അപ്പം അത്തരത്തിലൊരു സമകാലിക പ്രസക്തി തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കഥയെ തിരഞ്ഞെടുത്തു. മാത്രമല്ല അത് നമ്മൾ ഒരു നർമ്മത്തിൽ ചാലിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോർമലി ശരിക്കും ഇങ്ങനത്തെ കാരണം കഴിഞ്ഞ ഒരു സെൻസസ് ഉണ്ടായിരുന്നു കേരളത്തിലെ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനില്ല. കാരണം വെച്ചാൽ കൂടുതൽ പേര് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആവുക, അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയും സക്സസ്ഫുൾ ഒന്നുമല്ല. അപ്പോൾ അവർക്ക് തോന്നുന്ന പോലെ അങ്ങനത്തെ ഒരു റിപ്പോർട്ടായിരുന്നു വന്നിരുന്നത്. ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എന്താ പറയുക, വേറെ ഓപ്ഷൻസും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സൊസൈറ്റി ഇത്രയും വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതേപോലെ സബ്ജക്റ്റ് എനിക്ക് എത്രത്തോളം റെലവൻ്റ് ആവുന്നു പറഞ്ഞല്ലോ. സിനിമ എന്ന് പറയുന്നത് ഏതാണ് വിജയിക്കുക, ഏത് വിജയിക്കില്ല എന്നും നമുക്ക് നേരത്തെ ഒരു പരിധിവരെ അല്ലാതെ പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് എത്ര നല്ല കഥയായാലും ചിലപ്പോൾ അത് എന്താ പറയുക, മാർക്കറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടോ മീഡിയ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടോ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്, ഈ സിനിമ വിജയിക്കും എന്നുള്ളത് ഞങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള വിശ്വാസമാണ്. ഇത്തരം കഥ തിരഞ്ഞെടുക്കാൻ അത് തന്നെയാണ് കാരണം. നമസ്കാരം. എല്ലാരും പോയി കാണണേ. ഇപ്പൊ മക്കളെല്ലാം കൂട്ടിയിട്ട് കാണിക്കണേ. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടല്ലേ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്? ആദ്യമായിട്ടാ. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരെല്ലാം നല്ല സപ്പോർട്ടാ. ഇൻപകയില് ഒരു കുട്ടീനെ കിട്ടായിട്ടല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഇതുണ്ട്, എല്ലാ സപ്പോർട്ടുണ്ട് ഞങ്ങളെ ഫിലിമിനെ പറ്റിയിട്ട്. അതുകൊണ്ടാണ് എല്ലാവരും പോയി കാണണം. ഒത്തിരി സങ്കടപ്പെട്ടു ഞങ്ങളില്ലാത്തത്. ഈ പടത്തിന്റെ പ്രൊമോഷൻ വണ്ടിയുടെ ഫ്ലാഗ് ഓഫ് മുത്തശ്ശിയാണ് നിർവഹിച്ചത്. അപ്പോൾ മുത്തശ്ശി ഇന്നിപ്പോൾ പറഞ്ഞത്, ഞാൻ ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് വേണ്ടിയാണ് കൊടി വീശിയത്, അതിനുശേഷം മോന്റെ സിനിമയ്ക്ക് വേണ്ടിയാണ് കൊടി വീശിയത്. അതെല്ലാം ശരിയാ, പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൊടി കാട്ടിയിട്ടുള്ളൂ. ഇപ്പൊ മോന്റെ സിനിമക്കും വേണ്ടിയിട്ട് കൊടി. പണ്ടൊക്കെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാനുണ്ടായിരുന്നു. നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, നാടകത്തിലും പോയി കാണും പോയിട്ടുണ്ടാണല്ലോ. അഭിനയം ഇഷ്ടമായിരുന്നോ? എല്ലാം ഇഷ്ടമായിരുന്നു. നാടകത്തിലും പോയാലും സിജുവാ അതിന് വനല്ലത്തിലും പോയി അടുത്തെല്ലാം ജയിച്ചിട്ട് പോയി ചെയ്തിട്ട് കുഞ്ഞൻ ഇത്തിരി ആയല്ലേ. പ്രശാന്ത് ഏട്ടാ, ഈ സിനിമയിലെ കഥാപാത്രത്തിന്റെ പ്രത്യേകത പറഞ്ഞു. പെണ്ണ് കിട്ടാനില്ലാത്ത സ്ട്രഗിൾ ചെയ്യുന്ന ഒരു യുവാവിന്റെ ശരിക്കും ഇങ്ങനെ ഒരു കഥാപാത്രം കേട്ട് അപ്പോൾ മനസ്സിൽ എന്താണ് ഫസ്റ്റ് വന്നത്? അതായത് ഈ കഥയിലെ കഥാപാത്രം കേട്ടപ്പോൾ ഇല്ല, ഫസ്റ്റ് എനിക്ക് ആദ്യം ഇതൊരു ഭയങ്കര സില്ലി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടോ തോന്നി. ഇങ്ങനെ പറഞ്ഞായിരുന്നു, എനിക്ക് പേഴ്സണലി അറിയത്തില്ലാത്തൊരു സോഷ്യൽ സിറ്റുവേഷനും അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സിറ്റുവേഷനൊക്കെയാണത്. പെണ്ണ് കിട്ടാത്ത അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നീട് ഞാൻ ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയുടെ ചേട്ടന് സെയിം സിറ്റുവേഷനിലാത്തൊരു തോന്നുന്നത്. അവന് 33-34 വയസ്സിലാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ ഉണ്ടേ പോലും ചിന്തിക്കുന്നില്ലാത്ത ഒരു സംഭവമാണിത്. അപ്പം ഈ പറയുന്ന പോലെ പെണ്ണ് കെട്ടിയാലേ പറ്റൂ എന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ഈ പറയുന്ന ഞാൻ ഈ ചെയ്ത കഥാപാത്രം അല്ലെങ്കിൽ ഈ ബ്രിഗേഷ് എന്ന് പറയുന്ന കഥാപാത്രം അല്ലെ, ആ കഥാപാത്രത്തോട് സാമ്യമുള്ള വ്യക്തികൾക്കോ പെണ്ണെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ അവർ കണ്ടുവന്നിട്ടുള്ള സാധനങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു സാധനം കിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു വേറൊരു സംഭവം ഉണ്ടാവുമല്ലോ, അതായിരിക്കാം. അപ്പോൾ അത് ആ ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാണ് മനസ്സിലായത്. ശരിക്കും വയസ്സൊരു മാറ്ററാണോ? ശരിക്കും വയസ്സൊരു മാറ്റർ അല്ലെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മൾ എന്തുമാത്രം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നോക്കുന്നു അല്ലെ സൂക്ഷിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. മനസ്സ് വളരുന്നതനുസരിച്ച് ശരീരം വളരും ആയിരിക്കും അല്ലേ? എല്ലാം ഇന്റർ റിലേറ്റഡ് ആണല്ലോ. ഭയങ്കര ടെക്നിക്കൽ ചോദ്യമായിരിക്കും. പ്രായം ഇപ്പോഴത്തെ ഒരു പ്രത്യേക സിറ്റുവേഷൻ. പണ്ട് പിന്നെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നതുകൊണ്ട് പെട്ടെന്ന് പ്രായമാകുന്ന പോലെ ആളുകൾക്ക് തോന്നിയിരിക്കുക. ഇപ്പം പക്ഷെ നമ്മൾ കുറെ കൂടെ കംഫർട്ടബിൾ ആണ്. നമ്മുടെ ജോലി മാറി, ഭക്ഷണ രീതി മാറി, സോഷ്യൽ സിറ്റുവേഷൻ മാറി. അപ്പോൾ പെട്ടെന്ന് പ്രായമാകുന്നത് കുറഞ്ഞു എന്നൊരു സംശയമുണ്ട്. എനിക്ക് തന്നെ ഇപ്പോൾ വേണ്ടത് വലിയ അല്ലേ?
ചേട്ടനെ കുറിച്ച് തന്നെ മലയാള സിനിമയുടെ മറ്റൊരു ഫാസിൽ എന്നാണ് ആളുകൾ പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെയാണ്. ശരിക്കും ആ കമന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ എന്താ പറയാ, കളിയാക്കുന്ന പോലെയാണോ ഫീൽ ചെയ്യുന്നത്, അത് അഭിമാനമാണോ തോന്നുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് അങ്ങനെ കളിയാക്കാൻ വേണ്ടി ഇല്ലായിരിക്കും പറയുന്നതെന്നാണ്. അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കേണ്ടത്. പക്ഷെ അദ്ദേഹമായിട്ട് കമ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ക്വാളിറ്റി എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഏതോ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ആക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിനെ പോലെയൊക്കെ അഭിനയിക്കാൻ പറ്റിയാൽ അതൊരു വലിയ ഭാഗ്യമാണ്. ആ റേഞ്ചിൽ, അല്ലെങ്കിൽ അയാൾ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അയാൾ ഒരു ക്യാരക്ടർ കൺസീവ് ചെയ്യുന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ മാലിക്കിനകത്ത്. അപ്പൊ ആ ഒരു എഫേർട്ടിൽ ഒരു പടം ചെയ്യാൻ പറ്റിയത് അത് എൻ്റെ വലിയ ഭാഗ്യമായിരിക്കും. മലയാളികളുടെ സുമലത ടീച്ചർ എന്നാണ്. ഫസ്റ്റ് ആദ്യ സിനിമ തന്നെ ഇത്രത്തോളം ഒരു സിഗ്നേച്ചർ തന്ന സിനിമ. അപ്പോൾ ഇപ്പോഴും മലയാളികൾ അങ്ങനെയാണ് തിരിച്ചറിയുന്നത്. അതിനുശേഷം വരുന്ന ഒരു ചിത്രമാണ് ഇത്. ഇതിലെ കഥാപാത്രം എങ്ങനെയാണ്? ഇതില് പ്രശാന്ത് ഏട്ടൻ ചെയ്യുന്ന ബ്രിഗേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ സഹോദരി ബബിതയാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. സാധാരണ ഒരു കുടുംബത്തിൽ കാണാൻ പറ്റുന്ന ഒരു സഹോദരി, എല്ലാ ഇമോഷൻസും ഉള്ള ഒരു സഹോദരി ബന്ധം, അങ്ങനെ തന്നെയില്ല. ഇപ്പൊ നമ്മുടെ സുമലത ടീച്ചർ എടുക്കുകയാണെങ്കിൽ അതിലൊരു ക്യാരക്ടർ പ്രസന്റേഷൻ ഉണ്ട്, ഒരു ചെയ്യുന്ന രീതിയിലായാലും. അതായിരിക്കും കുറച്ചുകൂടെ പ്രേക്ഷകരിലേക്ക് അട്രാക്ട് ചെയ്യിച്ച ഒരു എലമെന്റ്. ഈ സിനിമയിലെ കഥാപാത്രത്തെ എങ്ങനത്തെ ഒരു സർപ്രൈസിംഗ് എലമെന്റ്സ് ഉണ്ടോ? അങ്ങനെ അഗാധമായി പറയാൻ മാത്രമൊന്നും ഞാൻ വളർന്നിട്ടില്ല. അങ്ങനെ ക്യാരക്ടർ എന്താ വെച്ചാൽ ഞാൻ ഈ പറയാൻ കാരണം വെച്ചാൽ ഈ സുമലത എന്ന് പറയുന്ന ക്യാരക്ടറും എന്നില് ഇങ്ങനെ ആൾക്കാർ സ്വീകരിക്കും, ഇതിങ്ങനെ ഒരു കോമഡി ജോണറാണെന്ന് പോലും ചെയ്യുന്ന സമയത്ത് എനിക്ക് തിരിയുന്നുണ്ടായി, മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരാളെ ആ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഈ ഒരു ക്യാരക്ടർ നല്ല ഒരുപാട് ചെയ്യാനുണ്ട്, എല്ലാ ഇമോഷൻസും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അത്ര എക്സ്പീരിയൻസ് പറയാൻ അറിയുന്നില്ല. അതേ എത്നാത്താം കേസോടല്ല അതിന്റെ സ്വീക്കൽ എനിക്കൊന്ന് പ്രേക്ഷകർ അത്ര സ്വീകരിച്ചുകൊണ്ടാവാം ചിലപ്പം സ്വീക്കൽ പോലൊരു ഇത് വരാൻ കാരണം. ഡയറക്ടർ ഇങ്ങനെ ഒന്ന് പറയാം, നമുക്ക് അതിന്റെ ഒരു സീക്വൽ ചെയ്താലോ എന്ന് പറയാൻ ഫസ്റ്റ് മൈൻഡ് വന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, അതേപോലെ തന്നെ ഇപ്പൊ ഈ വയസ്സത്രയിൽ വന്ന സമയത്തും 2 ദിവസം കൊണ്ട് തിരിച്ച് വീട്ടിൽ പോകാന്നുള്ള മൈൻഡോടെയാ വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞ് ഇവരൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് കഴിഞ്ഞിട്ടേ പോകുന്നത് മനസ്സിലായി, എല്ലാവരും സപ്പോർട്ട്. കാരണം പപ്പേട്ടൻ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാള്, വയസ്സ് പറയില്ലെങ്കിലും ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഒരാള്. അപ്പോൾ വഴക്ക് കിട്ടും, പെട്ടെന്ന് തിരിച്ചു പോകുമെന്ന് വിചാരിച്ചു. അതുപോലെ ഷിജു ഏട്ടൻ, രമേശി, പ്രശാന്ത് ഏട്ടൻ, ഇവരെ ഉണ്ണേട്ടൻ, ഇവരെ കൂടെയൊക്കെ ഇല്ല എന്തായാലും ഒഴിവാക്കല. എൻ്റെ നാട്ടിൽ എൻ്റെ ഇൻസ്പിറേഷൻ എൻ്റെ ഉണ്ണേട്ടൻ. അപ്പോൾ ഇവരൊക്കെ കൂടെ ചെയ്യാൻ പറ്റുമ്പോൾ അവരെ കൂടെ എങ്ങനെയാ പിടിച്ച് നിൽക്കുക എന്നുള്ള പേടിയാണ്. പക്ഷെ അതെല്ലാം അവർ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. അവർക്ക് സിനിമ നന്നാവണമല്ലോ, പിന്നെ നല്ല രീതിയിലാക്കണമല്ലോ. അപ്പോൾ അത്രയും നല്ല കംഫർട്ട് സോൺ ആയിരുന്നു. ഇപ്പം കാസർഗോഡ് അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറയാൻ ഏജ് ഒരു എപ്പോഴും ഇത്ര പ്രായത്തിനുള്ളിൽ കല്യാണം കഴിക്കാൻ ഒരു ഇപ്പോഴും ഫോഴ്സ് മാരേജ് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്. ഇപ്പോഴും പല സ്ഥലത്ത് ഇല്ലെന്ന് പറഞ്ഞാൽ പോലും ഉണ്ട്. നിങ്ങളുടെ വയസ്സൊരു ഇത്ര വയസ്സിനുള്ളിൽ കല്യാണം കഴിഞ്ഞിരിക്കണം അങ്ങനെ ഒരു കഷ്ടം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓരോ റീജിയനിൽ ഇപ്പം ഇപ്പോഴും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഇപ്പോൾ ഈ സിനിമയിലായിപ്പോലും വയസ്സൊരു മാറ്ററായി പറയുന്നുണ്ട്. ഇത്ര വയസ്സായപ്പോഴേക്കും കല്യാണം കിട്ടുന്ന പെണ്ണ് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷനും അതിന് വേണ്ടിയിട്ടുള്ള ഇതാണെന്ന് വിശ്വസിക്കുന്ന കഥ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ വയസ്സൊരു മാറ്ററാണ്. ഇപ്പോൾ പെൺകുട്ടികൾക്കായാലും ശരി ആൺകുട്ടികൾക്ക് ഓരോന്നും ഓരോ സ്റ്റേജാണ്. രണ്ടുപേരും രണ്ട് രീതിയിലായിരിക്കും അത് അഫക്ട് ചെയ്യുന്നത്. ശരിക്കും അതൊരു മാറ്ററാണ് ഫീൽ ചെയ്യുന്നുണ്ടോ? അത് ഒരാളെ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കോമൺ ആയിട്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എന്താ പറയാ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡന്റ് ആവാൻ എല്ലാരും നോക്കുന്നത്. പക്ഷേ അത് ഒരാളെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിട്ട് എനിക്ക് തോന്നിയില്ല. കോമൺ ആയി ഇങ്ങനെ ഈ പറഞ്ഞ ചോദ്യമായിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാൻ ഈ കല്യാണം കഴിക്കേണ്ട വിചാരിച്ച ഒരാളാണ്. ചൊറയില്ലല്ല, സത്യം പറഞ്ഞാല് ഞാൻ കുറെ വയസ്സായി കഴിക്കാൻ വേണ്ടി. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത്, ഞാൻ 38 അവർ വീട്ടിൽ നിന്ന് വിടുന്നില്ല, ഭയങ്കര ചോറ. അങ്ങനെ കഴിച്ചു പോയതാ. കഴിക്കുമ്പോ മനസ്സിലായിട്ട് ചൊറയാന്ന് ഏടെ ഒരു പെണ്ണും കിട്ടിയില്ല. കുടുങ്ങിപ്പോയതല്ല, പാവം അവള് കുടുങ്ങിയതാ, ഞാനല്ല കുടുങ്ങിയത്. അപ്പൊ കല്യാണം കഴിക്കാൻ കുറേയൊക്കെ പോയതാ, ഒരു പെണ്ണ് കിട്ടിയില്ല. ലാസ്റ്റ് അങ്ങനെ ഞാൻ നാടകക്കാരൻ തന്നെ പറയും ഭയങ്കര സന്തോഷത്തോടെ. ചായനം കുടിച്ചിട്ടും നാടകക്കാരന്റെ പെണ്ണില്ല. പിന്നെ ചെയ്ത് ആരുടെ വീട്ടിൽ മിണ്ടാൻ പാടില്ല. നാടകം എന്ന് പറഞ്ഞാൽ അത് നാടകത്തോട്ട് നടക്കുന്ന ഒരു കാര്യമല്ലേ. നാടകക്കാരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരിതാണ്. അങ്ങനെ പെണ്ണില്ല. അങ്ങനെ ഒരു പറ്റി നാടകമല്ല, പെയിന്റിങ് പണിയാണ്, വാർപ്പ് തേപ്പ് അങ്ങനെയുള്ള പരിപാടി എടുക്കും. അല്ല
ജോറായി ഹാപ്പി ഇത് അത് ഫിക്സായി. അങ്ങനെ അത് കല്യാണം കഴിച്ച് 2ാമത്തെ ദിവസം പിന്നെ 5 ദിവസം ഒരാളെ കാണുന്നില്ല, നാടകത്തിന് പോയി. ഇത്തിരി സീരിയസ് ആണ് ആ പെണ്ണ് അറിഞ്ഞില്ല, പാവം. ഇപ്പം കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. പിന്നെ മൈൻഡ് സീരിയസ് മനസ്സായി, പറഞ്ഞിട്ട് കാര്യമില്ല. കലാകാരനോട് അങ്ങനെ ഉണ്ട്, അവരെ ഇഷ്ടം അവരെ സ്നേഹം കലയും കൊണ്ട് നടക്കുമ്പോൾ അത് പെട്ടെന്ന് മാറ്റി വെക്കാൻ പറ്റൂല. ഇത് നല്ല രസമില്ല കഥാപാത്രം, മന്ദപ്പൻ അല്ലെ, ബാബു ശരിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടറേ. ആ രസമില്ല ക്യാരക്ടറാണ്. ഒരു വയസ്സത്ര 37, ഒരു രസകരമായ തമാശ അല്ലല്ലേ, ഒരു നാട്ടിൻപുറത്തെ ഒരു കഥാപാത്രമാണ്. അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഇവരൊക്കെ പറഞ്ഞ്, സാറൊക്കെ പറഞ്ഞ് രക്ഷിയോട്ടാ. പിന്നെ നല്ല ടീം, ഒരു നാട്ടിൻപുറത്തൊരു സിനിമ, കുഞ്ഞു സിനിമയാണ്, എല്ലാവരും വളരെ രസകരമായിട്ട് ചെയ്ത ഒരു സിനിമയാണ്. ആ വടകര നാടിന്റെ ഒരു സ്നേഹം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞ് എത്രയോ മാസം കഴിഞ്ഞാൽ അവര് കുറച്ച് ആൾക്കാർ ഇപ്പവും വീട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതൊരു സ്നേഹബന്ധം, ഇതെല്ലാം നമ്മളെ പ്രിയപ്പെട്ട ഒരു ടീം. ചില സ്ഥലത്ത് നമ്മൾ 2 ദിവസം ഒരു ദിവസം ഞാൻ ഉണ്ടാവില്ല, 10 ദിവസം ഉണ്ടായി. അപ്പൊ ഒരു ദിവസം 2 ദിവസം ചെയ്തിട്ട് പോകും. അപ്പൊ അങ്ങനെ ഇത് ഒരു കുറച്ച് ദിവസമില്ല, 10-16 ദിവസമില്ല. അപ്പൊ ആ ഒരു ബന്ധു സ്നേഹം കിട്ടി, ഏറെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ യാത്രക്ക് ഊർജം. അപ്പൊ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. 28-ാം തീയതി ആടുജീവിതം വരുന്നുണ്ടല്ലോ ബ്ലസ്സിയുടെ. ആടുജീവിതം അറിയാലോ, നേരത്തെ പറഞ്ഞ പോലെ വിദേശത്ത് ആൾ പോകുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് ചെമ്മരിയാടുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഈ ആട് ജീവിതത്തിൽ ചെമ്മരിയാടാണെങ്കിൽ ഈ സിനിമയിൽ നാടൻ 2 ആടുകളുണ്ട്. അപ്പൊ 2 ആടുകളെ പറ്റിയുള്ള കഥയായിരിക്കും ഒരു പക്ഷേ ഏറ്റുമുട്ടുക. ആ സിനിമയോട് ഏറ്റുമുട്ടേണ്ട ത്രാണിയൊന്നും ഞങ്ങൾ സിനിമയ്ക്ക് ഒരു പക്ഷേ ഉണ്ടാവില്ലായിരിക്കാം. അത് എന്താ പറയുക, ബെന്യാമിൻ എഴുതിയ ലക്ഷക്കണക്കിന് പ്രതികൾ വിറ്റ് കഴിഞ്ഞ ഒരു നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ്. വലിയ പടം, വലിയ ഡയറക്ടർ, വലിയ സംഭവമൊക്കെയാണ്. ഈ 2 ആടുകൾ എങ്ങനെ ഈ ഒരേ ദിവസം വന്ന് ഭവിച്ചു എന്നറിയില്ല. ഇതിലും 2 ആട് ത്രൂ ഔട്ട് ആയിട്ടുണ്ട്. പേടിയുണ്ടോ തിയേറ്ററുകളുടെ എണ്ണം? പേടിയില്ല, പേടിയല്ല, പേടി എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഈ പടം കുഴപ്പമില്ല. അത് വലിയ പടം, വലിയ മാസ് പടം, അത് അതിന്റെ രീതിയിൽ പോയി. അതിന് ഒരുപക്ഷെ അതിന് കയറുന്ന ആൾക്കാർ അതിന്റെ ഓവർഫ്ലോ നമുക്ക് ഇങ്ങോട്ട് കയറുമെന്നൊരു ഒരു ആശ്വാസം കൂടി ഈ പടത്തിനുണ്ട് സത്യം പറഞ്ഞാൽ. ചേട്ടാ കുറച്ചുമ്പോൾ പറഞ്ഞ പോലെ കലാകാരന്മാർക്ക് പെണ്ണ് കിട്ടില്ല, സിനിമാക്കാർക്ക് പെണ്ണ് കിട്ടില്ല എന്നുള്ളൊരു സിസ്റ്റം ഇപ്പോഴും കലാകാരന്മാരാണെങ്കിൽ അത് പറയുന്നില്ല. പിന്നെ നമ്മള് സിനിമ എന്തായാലും മാർച്ച് അല്ലേ, നമ്മൾ 28 മാർച്ച് 28 ഒരു നാടൻ നല്ല രസമില്ല പടമായിരിക്കും, അതൊരു സംശയമില്ല. മറ്റൊരു പടത്തിനോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു നാട്ടിൽ നമ്മൾ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ സിനിമ ഇതൊന്നും മോശമാവില്ല. ഈ സിനിമ നിങ്ങൾ എന്തായാലും പ്രേക്ഷകരോട് പറഞ്ഞത് കാണണം, കണ്ട അഭിപ്രായം പറയണം. വളരെ സന്തോഷം. ഈ വടകരയിലെ സംസ്ഥാന ഭാഷ മുഴുവൻ ഉപയോഗിച്ച് ആദ്യ ചിത്രം അവകാശപ്പെടുന്നത് വൈസത്രയും. അപ്പോൾ തിരക്കഥാ രചന വേളയിൽ മറ്റൊരു ഭാഷ കടന്നുകൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതിനുള്ള സ്റ്റേറ്റ്മെന്റും വന്നിരുന്നു. പൂർണ്ണമായ വടകരയിൽ തന്നെ ആ ഭാഷ, വടകരയിലെ ഒരു ഭാഷ, മലയാളത്തിലൊരു ഭാഷയുള്ളെങ്കിലും ആ സ്ലാങ് പഠിക്കാൻ ശ്രമിച്ച എഴുത്തില്ല. ഞാൻ ഒറ്റക്കല്ല ഇതിൻ്റെ തിരക്കഥ. എൻ്റെ കൂടെ ഫൈസൽ അബ്ദുള്ള തൊട്ട് ഫാറൂഖ് സ്കൂളിൽ ഒരു മാഷ് വിട്ടു, ഫൈസൽ മാഷ്. പിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വർത്തമാനം പറയാൻ ഭയങ്കര കഷ്ടപ്പെട്ട് വർത്തമാനം പറഞ്ഞത്, അച്ചടി ഭാഷ പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ ഭാഷയെ പറയാം. ഞങ്ങൾ വടകരയുള്ള ആൾക്കാരൊക്കെ അറിയായത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതൊരു പെണ്ണിട്ടായിട്ട് ഓടുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് ഉപരി ബ്രിഗേഷ് എന്ന് പറയുന്ന, വാണമ്പറമ്പിൽ ബ്രിഗേഷ് എന്ന് പറയുന്ന പ്രശാന്ത് ചെയ്യുന്ന ഒരാളുടെ ത്രൂ ഔട്ട് ലൈഫാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാ വീട്ടിലുള്ളത് പോലെ കാര്യങ്ങളാണ് ഇതിലുള്ളത്. ചോദ്യം വടകര ഭാഷയാണ്. എല്ലാവരും ഇതിൽ വടകര സ്ലാങ്ങാണ് സംസാരിക്കുന്നത്. എല്ലാവരും പ്രശാന്തിനൊക്കെ വന്നിട്ട് ഒരു 4 ദിവസം കൊണ്ട് പ്രശാന്തും പിന്നെ രമ്യ സുരേഷിൽ അടിച്ച് പൊളിച്ചതിൽ ഭാഷ. രമ്യ സുരേഷ് കണ്ടില്ല ഒരുപാട് സിനിമകളിൽ അമ്മമ്മ കുഞ്ഞമ്മ ഈ റോളെല്ലാം ചെയ്തിട്ട്. ഇതിൽ ഞങ്ങളുടെ നാടിൻ്റെ മലബാറിലെല്ലാം പാർട്ടിക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. രമ്യ സുരേഷ് അടിപൊളി ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ചിത്രക്ക് പിന്നെ സ്ലാങ് പെട്ടെന്ന് കഴിയും. ബാക്കി പ്രശാന്തും അതുപോലെ മഞ്ജു പത്രോസ്, അരിസ്റ്റോ സുരേഷ്, നിങ്ങൾക്കറിയാവുന്ന എല്ലാവരുമാണ് ഈ സിനിമയിലുള്ളത്. TV എല്ലാവർക്കും അറിയുന്ന ആൾക്കാരാണ് ഇതിലുള്ളത്. അല്ലാണ്ട് പുതിയ ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ മാത്രമേ പുതിയ ഉള്ളൂ. അപ്പോൾ പിന്നെ വടകര സ്ലാങ്ങിൽ സംസാരിക്കുന്ന ഞങ്ങൾ ഇനിയും ഫ്യൂച്ചറിൽ പടം എടുക്കുകയാണെങ്കിൽ കൂടെ എല്ലാം വടകരയായിരിക്കും, വീടിൻ വടകര. കാരണം വടകരക്ക് അത്രയും കഥ പറയാനുണ്ട്. വടകര എവിടെയും അറിയപ്പെട്ടില്ല, വടകര എവിടെ എത്തിയിട്ടില്ല, വടകര ആരും കാണുന്നില്ല, അറിയുന്നില്ല. കോഴിക്കോട് ജില്ലയിൽ ഒരു കോണറിൽ തലശ്ശേരി കണ്ണൂർ സ്റ്റാർട്ടാകുമ്പോൾ ഒരു സ്ഥലമാണല്ലോ വടകരയിൽ. ശരിക്കുള്ള ഭാഷ പറയാൻ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായി. ബാങ്കി പോവും അറിയുമ്പോൾ അത് വേഗം ഇറങ്ങി പോകുന്നതാണ്. ഓളർ പോയി ഓളങ്ങുതു, അതായത് അവളങ്ങ് മറ്റേ വീട്ടിൽ പോയി എന്നാണ് പറയുന്നത്. ഇപ്പോൾ മുത്തശ്ശി ശരിക്ക് കഷ്ടപ്പെട്ട് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും വടകര ഭാഷ പറഞ്ഞ കാര്യമൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ക്ലീശ പിടിക്കാണ്ട്
ഒരു ഒത്തുവപ്പിച്ചും കുടിച്ചതാണ് നമ്മളിതിൻ്റെ ഭാഷ. രമ്യ ചേച്ചി ഈ പറഞ്ഞത് കുറച്ച് പറഞ്ഞ പോലെ ഈ അമ്മായി കഥാപാത്രം നിന്ന് ബ്രേക്ക് ചെയ്തിട്ടൊരു കഥാപാത്രമാണെന്ന് പറയും. എനിക്ക് അതുകൊണ്ട് ഒരു കഥാപാത്രം വെയിറ്റിംഗ് ആയിരുന്നോ? പിന്നെ തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വിളിക്കുമ്പോൾ ഇതേപോലത്തെ കഥാപാത്രങ്ങൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു സിനിമയ്ക്ക് വിളിച്ചയാളെ 5 ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ. അതിൻ്റെ കോസ്റ്റ്യൂമിന് കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചിട്ട് ചേച്ചി മെഷർമെൻറ്റ് വേണമായിരുന്നു. അപ്പോൾ സാധാരണ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ബ്ലൗസിൻ്റെ മെഷർമെൻറ്റാണ് വേണ്ടത്. അപ്പം ഞാൻ ബ്ലൗസിൻ്റെ അല്ലേ അല്ലേ ചേച്ചി ഷർട്ടോ എന്നെ തന്നെയാണ് വിളിച്ചതെന്നുള്ളത്. ഇവൻ ആള് തെറ്റിപ്പോയെന്ന് വിചാരിച്ചു. ഷർട്ട് പറഞ്ഞു. പിന്നെ ജീൻസിൻ്റെ സൈസ് പറഞ്ഞു. ഡേ എൻ്റെ കോസ്റ്റ്യൂം തന്നെയാണോ ചോദിക്കുന്നത്? അതെ ചേച്ചി ഷർട്ടും പാൻറ്റും ആയിരിക്കും. അത് കഴിഞ്ഞ് ഫോൺ വെച്ചിട്ട് ഒറ്റ സെക്കൻഡ് കഴിഞ്ഞില്ല അടുത്ത കോള് വന്നു. അല്ലേ ചേച്ചി ആ ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് സാരി ബ്ലൗസ് വന്നു. അതിൽ നിന്ന് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇനി ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഇതൊന്ന് റീച്ചായാൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു. ശരിക്കും നമ്മുടെ നോർമൽ കഥാപാത്രം അമ്മായ കഥാപാത്രങ്ങളൊക്കെ ചെയ്തു പറഞ്ഞാൽ പടവെട്ടിലെ ആ കഥാപാത്രം പുഷ്പ എന്ന് മലയാളത്തിൽ മറ്റൊരു പുഷ്പ എന്നൊരു ലെവലിലുള്ള കഥാപാത്രമായിരുന്നല്ലോ. അത് ബ്രേക്ക് ചെയ്ത് ക്ലൈമാക്സിലൊക്കെ വരുന്ന ഡയലോഗ് ഡെലിവറി ഒക്കെ വേറെ ലെവലായിരുന്നു. പ്രേക്ഷകർ കൈയടിച്ച് തിയേറ്ററിൽ നിറച്ചൊരു സീനുകളായിരുന്നു അതൊക്കെ. അപ്പം അതേപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് കുറച്ചുകൂടെ ഇഷ്ടം, അതോ കോമഡി കഥാപാത്രങ്ങൾ ചെയ്യാനാണ് കുറച്ചുകൂടെ ഇഷ്ടം? കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല കോമഡി. എനിക്ക് തോന്നുന്നു എനിക്ക് സീരിയസ് ആയിട്ടുള്ളതും ഭയങ്കര ബോൾഡ് ആയിട്ടുള്ളതും ഒക്കെ എനിക്ക് കുറച്ച് ഈസിയാണെന്ന് തോന്നുന്നു. അല്ലാതെ ഈ കോമഡി പിന്നെ കുശുമ്പ് പിടിക്കുന്ന മറ്റേ മീന ചേച്ചിയൊക്കെ ചെയ്ത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സൈക്കോ ക്യാരക്ടേഴ്സൊക്കെ ഇഷ്ടമാണ്. അത് ഈ സ്ട്രോങ് ആയിട്ടുള്ള സാധനം ഈസിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണോ എല്ലാവരും അതിനെ തന്നെ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. സൈക്കോ ആയിട്ട് പ്രതീക്ഷിക്കാവോ? അല്ല എന്നെ വിളിച്ചാൽ ഉറപ്പായിട്ടും പക്ക സൈക്കോ ആകും ഞാൻ. അതെ ജീവിക്കും ഞാൻ. നീ മാത്രമുള്ളടേ ഇവിടെ ചോദ്യം ചോദിക്കാൻ. മുൻപത്തെ പടവെട്ടിലൊരു ആക്ഷൻ ഒരു ലേഡി ആയിട്ട് വന്നു. ഇപ്പോൾ ഒരു പാർട്ടി സെക്രട്ടറി ആണെന്ന് പറഞ്ഞു. ഇത് രണ്ടും തമ്മിലുള്ള ഒരു യാത്ര ഉണ്ടല്ലോ. അത് ഫ്രം ദി ബിഗിനിങ് ടു ദിസ് മൂവി വരുമ്പോൾ ഈ ഒരു ട്രാവലില് എപ്പോഴും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന പോലെ തോന്നിയെന്ന് പറയും. ഇത് വേണ്ട എന്ന് എപ്പോഴെങ്കിലും തോന്നിയിരുന്നു ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ? പിന്നെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഇതിലും. അങ്ങനെ വേണ്ട ഒക്കെ ഞാൻ ഇപ്പൊ കുറെ സിനിമകളായില്ലേ, ഇപ്പൊ ആൾക്കാരെന്നെ തിരിച്ചറിയുന്നുണ്ടല്ലോ. അപ്പൊ ഇനി കുറച്ച് മാറി പിടിക്കാം, വേറെ നല്ല സാധനങ്ങൾ വരും. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ അവർ പറയും, ചേച്ചി ഞങ്ങൾ ആ സിനിമയിലെ ആ ഒരു ലുക്ക് വെച്ചിട്ടാണ് വിളിച്ചത്, പക്ഷെ ഇവിടെ വന്നപ്പം ചേച്ചി ഭയങ്കര വേറെ ഒരു ഇതാണ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ മാത്രമല്ല ചേച്ചിക്ക് വേറെ ചെയ്യാൻ പറ്റും, നമുക്ക് അടുത്ത ചെയ്യുമ്പോൾ വേറെ ചെയ്യാം, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇപ്പം ഇത്ര സിനിമകളൊക്കെ ആയില്ലേ, ഇനി ഒന്ന് ചൂസ് ചെയ്യാം അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ വരുന്നത് മുഴുവനും ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ളത് ഞാൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ കരഞ്ഞു പോകുന്നത് വേണ്ട, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ 8-10 മാസം സിനിമയില്ലാതെ ഞാൻ വീട്ടിലിരുന്നു. അപ്പോൾ മനസ്സിലായത് അതിൽ വലിയ കാര്യമില്ല. ഞാനിങ്ങനെ കരഞ്ഞു കൂപിയും അല്ലെങ്കിൽ ദാരിദ്ര്യമൊക്കെ ചെയ്തത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഒരു തമിഴ് സിനിമ കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്യുക, അത് ടൈപ്പ് കാസ്റ്റ് ആവോ എന്തോ കല്ല് വലിയ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. വരുന്നത് ചെയ്യുക. ആർക്കെങ്കിലും ഇപ്പം പ്രശാന്തൊക്കെ പടങ്ങളൊക്കെ ചെയ്യാനുള്ള അങ്ങനെയൊക്കെ ഉള്ള പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് മാറി ചിന്തിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനത്തെ കൊടുത്താൽ അവർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിലവർ പൊളിയായിരിക്കും, അങ്ങനെ തോന്നുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും തലവരെ മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പ്രശാന്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഞാനത് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇപ്പോൾ പറഞ്ഞല്ലോ ഭാര്യയുടെ സഹോദരൻ അനുഭവിച്ചു, അങ്ങനെ എപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിരുന്നു ഈ ഒരു അവസ്ഥ? ഇല്ല, അത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. കാരണം എൻ്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെയായിരുന്നു, ഒരു ഫാമിലി, വൈഫ്, കുട്ടികൾ. അപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള അങ്ങനെയാണല്ലോ, ഫാമിലിയാണ് നമ്മുടെ ബേസ്, നമ്മൾ തിരിച്ചു തരേണ്ട സ്ഥലം അതാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു കൺസെപ്റ്റായിരുന്നു. പക്ഷെ ഇതിനകത്ത് പിന്നീട് കല്യാണം ഇപ്പൊ ഈ നമ്മൾ മുമ്പ് തമാശയ്ക്ക് പറഞ്ഞ പോലെ വിശക്കുന്നവന് അറിയില്ല കഴിച്ചവൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ കഴിച്ചവന് വിശക്കുന്നവൻ്റെ അവസ്ഥ അറിയത്തില്ല.
ആ ഒരു സംഭവം എല്ലാ കാര്യത്തിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഫാമിലിയിലാണെങ്കിലും ഇപ്പൊ നമുക്ക് ഞാൻ അതുകൊണ്ട് മുമ്പ് ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു, കല്യാണം കഴിക്കുക എന്നുള്ളത് ഒരു മസ്റ്റൊന്നുമല്ല. മസ്റ്റായിട്ട് കല്യാണം കഴിക്കണമെന്നല്ല. ഇപ്പൊ നമുക്ക് അല്ലാതെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ജീവിച്ച ഒരു 5-6 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് പരസ്പരം ഓക്കെയാണ്, മനസ്സിലാക്കുന്നുണ്ടെന്നൊക്കെ തോന്നിക്കഴിഞ്ഞെങ്കിൽ മാത്രം വേണമെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾക്ക് ഒരു ഉറപ്പ് വേണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാം. അപ്പൊ അങ്ങനെ 5-6 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ പിന്നെ നിയമപരമായ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ കല്യാണം എന്ന് പറയുന്നതല്ലേ ഒരു അനാവശ്യം ആദ്യത്തെ ചിത്രമാണല്ലോ ഈ നായകനായിട്ട്. അപ്പൊ അത് എനിക്കൊരു ഭയങ്കര ഭാഗ്യമാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം എനിക്കിത് വലിയ ധാരണയില്ലാത്ത ഒരു സംഭവമായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് ആ സ്ക്രിപ്റ്റ് ചെയ്യുന്നതിനകത്തൂടെയാണ് ഞാൻ ആ കഥാപാത്രം ആകുന്നത്. ആ സ്ക്രിപ്റ്റ് നമ്മൾ അങ്ങനെ ഒരു ഓർഡറിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് ആ ഇമോഷൻ പിടിച്ച് അങ്ങനെ അതിന്റെ ക്ലൈമാക്സിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയത് ഒരു ഭയങ്കര വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ആ എക്സ്പീരിയൻസിനോട് 100% നീതി പുലർത്താൻ പറ്റുന്നതാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത്. രമി ചേച്ചി, കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് എപ്പോഴും റിജക്ഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അല്ല, സിനിമയിൽ സജീവമായതിനു ശേഷം ഇല്ല. പക്ഷെ ഞാൻ ഒരു ഓഡിഷന് പോയിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ച ശേഷം കിട്ടിയില്ല. അല്ലാതെ എന്നെ വിളിച്ചിട്ടുള്ളതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നോർമലി ഒരു കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഏതാർട്ടിസ്റ്റ് ശ്രമിക്കുന്ന ചെയ്ത കഥാപാത്രങ്ങൾ സാമ്യം തോന്നാത്ത ലെവലിൽ അല്ലെങ്കിൽ ഇതുവരെ കമ്പാരിസൺ തോന്നാത്ത ലെവലിൽ ചെയ്യാൻ എപ്പോഴും ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സിനിമ ഇന്ന് കഥാപാത്രം കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നത്, ഇതിന് എത്രത്തോളം പ്രിപ്പയർ ചെയ്യേണ്ടി വന്നില്ല? കാരണം ഇതുപോലത്തെ ഞാൻ വേറെ ചെയ്തിട്ടില്ലല്ലോ. അല്ല, മറ്റേതിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പാർട്ടിക്കാരിയായിട്ട് ഇപ്പോൾ ഇച്ചിരിയുടെ എങ്ങനത്തെ ഹാസ്യമാണോ അത് കുറച്ചുകൂടി സീരിയസ് ആണോ? അല്ല, അത് നാട്ടുകാരുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും, ഇപ്പം നൂലുകെട്ടാണേലും കല്യാണം ആണേലും മരിപ്പില്ലേ, അങ്ങനെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആളാണ്. അപ്പോൾ സാധാരണക്കാരിയായിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചെറിയ ചെറിയ ചോട്ടാ നേതാക്കന്മാരില്ലേ, അതേപോലത്തെ ഒരു ക്യാരക്ടർ. ലാസ്റ്റ് മാത്രമേ ഉള്ളൂ ഇച്ചിരി ഇതായിട്ട് വരുന്നത്. മറ്റു ഭാഷകളിലേക്ക് ഒരുപാട് ഞങ്ങൾ പ്രതീക്ഷിക്കാം. തമിഴിലോട്ടൊക്കെ പുതിയ സിനിമ ആരുടെയാണ് അപ്ഡേറ്റ്സ് ചെയ്യുന്ന പടം ഏതാണ് തമിഴില്? ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ജ്ഞാനവേൽ, മറ്റേ ജയ് ഭീമിന്റെ ഡയറക്ടർ ചെയ്യുന്ന വേട്ടയ്യ എന്ന് പറഞ്ഞ സിനിമ. രജനികാന്ത് നായകൻ, നായിക മഞ്ജു വാര്യർ, പിന്നെ ഫഹദ് ഫാസിലുണ്ട്. യെസ്, ഒറിജിനൽ ഫഹദ്. പിന്നെ രമ്യ സുരേഷ് ഉണ്ട്. ഇതുപോലത്തെ തന്നെ മലയാളത്തിലെ പോലെ തന്നത്തെ ഒരു ക്യാരക്ടർ. നല്ലത് അതിന്റെ ഒരു ഭാഗം. തമിഴിൽ മാത്രമേ പ്രതീക്ഷിക്കാവോ? മലയാളത്തിൽ വരുമോ? എടേ ഒന്ന് ക്ലച്ച് പിടിക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്. ഞാൻ ശരിക്കും ഈ ചാൻസ് ചോദിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ഒരു മമ്മൂക്കൊക്കെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു മെസ്സേജ് ഹായ് അല്ല ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിടും. എന്നൊക്കെ ഈ ചാൻസ് ചോദിക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓഡിഷൻ എത്ര വേണമെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്യും. അത് പക്ഷെ എനിക്കൊരു ഇതുമില്ല, അതിൻ്റെ അപ്ഡേറ്റ് ചോദിക്കുന്നതിനൊന്നും എനിക്കൊരു മടിയില്ല. പക്ഷെ ചാൻസ് ചോദിക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പോഴുള്ള കാര്യത്തിൽ മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തണം. നമ്മളിങ്ങനെ എപ്പോഴും ഓർമ്മിക്കില്ല. ഇത് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് തന്നെ പറയുന്നത് അവരെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് അല്ലാത്തപ്പം ഒത്തിരി പേരെയൊക്കെ ഓർമ്മ വരും. പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരില്ല. പക്ഷെ അതേസമയം ആരെയോ കാസ്റ്റ് ചെയ്ത കാര്യം തലേന്നായിരുന്നു അവരുടെ ഒരു മെസ്സേജ് കണ്ടത്, പെട്ടെന്ന് അവരെ ഓർമ്മ വന്നു അങ്ങനെ. അപ്പം ഞാനിതുപോലെ എനിക്ക് നമ്മുടെ രംഗനാഥ് രവി ചേർന്നും പിന്നെ മറ്റേ നമ്മുടെ ഗോവിന്ദ വസന്തയൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലതായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് ചാൻസ് ചോദിക്കുന്നത് അവരോടാണ്. എന്തിനാന്ന് വെച്ചാൽ തമിഴിലോട്ട്, മലയാളത്തിലല്ല തമിഴില്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കാൻ ഇങ്ങനെന്താണോ ഞാൻ പറഞ്ഞ വല്ല കുഴപ്പമുണ്ടോ? അല്ല, അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു തമിഴില്, അവര് കൂടുതലും തമിഴാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എനിക്ക് പറ്റിയ സാധനം വരുവാണെങ്കിൽ ഒന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. അവർക്ക് തീർച്ചയായിട്ടും പറയാന്ന് പറഞ്ഞു. പക്ഷെ അവര് പറഞ്ഞിട്ടില്ല കേട്ടോ. അവരോട് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഈ പുള്ളിക്കാരൻ ഈ സിനിമ വേട്ടയാന്ന് പറഞ്ഞ സിനിമയ്ക്ക് വിളിക്കണം. എന്റെ വെള്ളരിപ്പെട്ടണോ അങ്ങനെ ഏതോ ഒരു സിനിമ കണ്ടിട്ട് സത്യം പറഞ്ഞാല് രജനീകാന്ത് സാറ് വന്നിങ്ങനെ നിൽക്കുവാണ്. ഞാനപ്പം അപ്പുറത്തെ മഞ്ജു ചേച്ചിയും പകതും അവരും വർത്താനം പറഞ്ഞിരിക്കുന്നത്.
ഞാനിങ്ങനെ നടന്ന് അവരുടെ ഫ്രണ്ടിലോട്ട് വന്നു. നമ്മളെ അപ്പ അമ്മ നടിക്കുന്ന അവങ്കിലെല്ലാം ഇങ്ങ് വാങ്ങ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങോട്ട് ചെന്ന്. അപ്പോൾ രജനാഥ് സാർ വിളിക്കുന്നു. ഞാൻ വണക്കം സാർ. അപ്പോൾ പുള്ളിക്കാരൻ വണക്കം എന്ന് പറഞ്ഞു. എനിക്ക് പുള്ളിക്കാരനെ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. അപ്പുറത്ത് മഞ്ജു ചേച്ചിയും പകർന്നു നിൽക്കുന്നത് നമ്മുടെ വീട്ടിലെ നമ്മുടെ ആൾക്കാർ. ഞാൻ ഒരൊറ്റ ചാട്ടമായിരുന്നു അവരുടെ അടുത്തോട്ട് അങ്ങനെ സംസാരിക്കാൻ ഇതുവരെ ഞാൻ സംസാരിച്ചില്ല. ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരൻ ഇരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എങ്ങനെ സംസാരില്ല, അവിടെ നിന്ന് സംസാരിക്കുന്നത് പുള്ളി ഇങ്ങനെ ഭയങ്കര സ്ട്രെയിൻ ചെയ്തൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എഴുന്നേറ്റ് നമുക്ക് ഇങ്ങനെയൊക്കെ തിരിഞ്ഞു. അപ്പം എൻ്റെ വിചാരമായിരുന്നു നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ട. അതുകൊണ്ട് ഇതുവരെ വേണ്ടിയിട്ടില്ല. ഇപ്പം അടുത്ത 26-ാം തീയതി ഞാൻ പോകുന്നുണ്ട് എൻ്റെ ബാക്കി ഷൂട്ടിന്. അപ്പോഴും വേണം എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ. അപ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ ഈ സിനിമ. ഒരു മുമ്പേ പറയായിരുന്നു നായകനായിട്ട് ചെയ്യുവാണ്, ഒരു അപ്പോൾ പേടിയുണ്ട്. അപ്പോൾ കൂടെ ഇപ്പോൾ ആടുജീവിതം പോലൊരു സിനിമ ഇറങ്ങുമ്പോൾ ശരിക്കും പറയാം മനസ്സിലെങ്ങനെ പേടിയുണ്ടോ? അല്ല, പേടിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ആടുജീവിതം ഹിറ്റ് ആവുക എന്നുള്ളത് നമ്മുടെ കൂടെ ഒരു ആവശ്യമാണ്. കാരണം ഇപ്പൊ നോമ്പിന്റെ ടൈം കൂടെ ആയതുകൊണ്ട് മൊത്തത്തിൽ ആള് ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പൊ ആടുജീവിതം പോലെ ഒരു പടം ഇറങ്ങി ഹിറ്റായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആളുകൾക്ക് തിയേറ്ററിലേക്ക് വരാനും ഇന്ററാക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു മൂഡുണ്ടാവും. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ പടത്തെ കണ്ടിട്ട് അങ്ങനെ കയറി കഴിഞ്ഞാൽ അത് ഭയങ്കര ദൈവാനുഗ്രഹമാണ്. അതുകൊണ്ട് പേടിയില്ല, പക്ഷെ ഈ പറയുന്ന പോലെ ഒരു ഒരുപാട് എക്സ്പെക്ടേഷനോടെ കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് സുമലതയുടെയും പുതിയ പ്രണയകഥ. അപ്പോൾ എൻ്റെ അപ്ഡേറ്റ്സ് പറയാൻ പറ്റും? അതിപ്പോ 2 സോങ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ May 16 റിലീസ്. അല്ല, എങ്ങനെയുണ്ട്? കാരണം ഒരു സീക്വൽ, ഒരു നോർമലി ഒരു സിനിമ ഇറങ്ങി അത് ഹിറ്റായി അതിന്റെ സീൻസ് ഒക്കെ ആയാലും പ്രഷേഴ്സ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു സീക്വൽ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ കെയർഫുൾ ആയിരിക്കണം. ആദ്യത്തെ കുറ്റം പറയിക്കാതെ തന്നെ ചെയ്യണം. അങ്ങനെ ഒരു ഇത് ഉണ്ടാവുമല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ജേർണി? എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഒരു സീക്വൽ? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പേടിച്ചിട്ട് ഇനി അതിലേക്ക് പോയി ചെയ്യാൻ തുടങ്ങിയത്. ആ സുമലത എന്ന് പറയുന്ന അതേ ജോണർ തന്നെ പിടിക്കണമല്ലോ ഇതിൽ. അത് പക്ഷെ കുറച്ച് ഒരു ചെറിയൊരു 2-3 സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ഉണ്ട്, എല്ലാ ഇമോഷൻസും ഉണ്ട്, കോമഡി മാത്രമല്ല എല്ലാം ഉണ്ട്. പിന്നെ ചെയ്തു, അതില്ലെങ്കിലും ചെയ്യിപ്പിച്ചോളും. അതെ, ഈ സിനിമ പോലെ തന്നെ അതും എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെ എന്താ പറയണ്ടേ എങ്ങനെയാലും ചെയ്യിപ്പിച്ചെടുത്തു. ഒരു കോമഡി ജോണർ തന്നെയാണ്. കോമഡി മാത്രമല്ല, മൊത്തത്തിൽ കോമഡി ആണെങ്കിലും കോമഡി എല്ലാ ഇമോഷൻസും ഉണ്ട്, എല്ലാം ഉണ്ട്, റൊമാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. സുരേഷിന്റെയും സുമലതയുടെ ആ കോംബോ പിന്നെ ഞങ്ങൾക്ക് നമ്മുടെ നേരത്തെ കേസുകളിലാറുണ്ടാകുന്ന ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അതേ കെമിസ്ട്രി ഞങ്ങൾക്ക് ഇതിൽ ഫീൽ ചെയ്യാറില്ല. അവസാനം ചോദിക്കാണ്, അപ്പം തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? പ്രേക്ഷകരോട് പറയാനുള്ളത് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം, സിനിമയെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യണം. പ്രേക്ഷകർ മാത്രമല്ല, നിങ്ങളൊക്കെ കൂടി തന്നെ, നിങ്ങൾ ഉൾപ്പെടെയുള്ള മീഡിയാസ് സപ്പോർട്ട് ചെയ്യണം. മീഡിയാസാണ് ഫസ്റ്റ് ഓഫ് ഓൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതുപോലെ തിയേറ്റർ പോകുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. തിയേറ്റർ ഓണേഴ്സും മനസ്സിലാക്കണം. ചെറിയൊരാൾ കുറേ ഹോൾഡ് ഓവർ എന്ന് പറഞ്ഞുകൊണ്ട് പടം മാറ്റുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ പടങ്ങളൊക്കെ മൾട്ടിപ്ലക്സിലാണ് ഒക്കെ ആശ്രയിക്കുന്നത്. സിംഗിൾ സ്ക്രീനൊക്കെ അറിയാമല്ലോ, ഇപ്പോൾ പ്രശ്നമാണല്ലോ. ഇത് ഒരു കാര്യം തുറന്ന് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും, ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ബാക്കിയൊക്കെ പറയേണ്ടതും ഇതൊക്കെ വിജയിപ്പിക്കേണ്ടതും നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് കൂടി പറഞ്ഞു പോട്ടെ. തീർച്ചയായും സിനിമ വലിയൊരു വിജയമായിട്ട് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു. സോ മച്ച്. ഇവരുടെ എല്ലാം നമ്പർ മേടിച്ചോട്ടോ, ഇവരെല്ലാം വിളിച്ചു ചോദിക്കണം. ഉറപ്പായിട്ടും.